അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ബറാത്ത് രാവിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ് അല്ലേ? ഇന്ന് വെള്ളിയാഴ്ച, ഷാബാൻ 14. മഗ്‌രിബ് സമയം മുതൽ ബറാത്ത് രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഷാബാൻ 15 ശനിയാഴ്ച നമ്മൾ ഓരോരുത്തരും ബറാത്ത് നോമ്പ് എടുക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെയും ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത്. ഈ ബറാത്ത് രാവിലെ നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. നമ്മുടെ എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, എന്ത് പ്രയാസമായിക്കോട്ടെ, അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അതെല്ലാം തന്നെ മാറ്റിത്തരുന്നതാണ്. ഈ രാവ് എന്ന് പറയുന്നത് അത്രയ്ക്കും പുണ്യമാക്കപ്പെട്ടതും അതുപോലെ തന്നെ പ്രത്യേകതയും നിറഞ്ഞതാണ്. നമ്മുടെ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും അല്ലാഹു തആല അത് നടത്തി തരുന്നു. അത് നല്ലൊരു വീട് വെക്കാനാണോ, അതുപോലെ തന്നെ മകളെ കെട്ടിക്കാനാണോ, ജോലിക്കാണോ, അതുപോലെ ജോലിയിൽ ബർക്കത്തുണ്ടാവാനാണോ, കടം വീടാനാണോ, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളാകും പലരുടെയും മനസ്സിൽ. ഈ ആഗ്രഹങ്ങളെല്ലാം തന്നെ അല്ലാഹു തആല നമുക്ക് നടത്തി തരുന്നു ഈ ഒരു ബറാത്ത് രാവിൻ്റെ പുണ്യം കൊണ്ട്. ഈ ഒരു ബറാത്ത് രാവിലെ നമ്മൾ എന്ത് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം അല്ലാഹു തആല നമുക്ക് നൽകുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ബറാത്ത് രാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരം നൽകുമെന്നതാണ്. ദുആക്ക് ഉത്തരം നൽകുന്ന ഒരു രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ബറാത്ത് രാവിലെ ചൊല്ലേണ്ട കുറച്ച് ദിക്റുകളെ കുറിച്ചിട്ടാണ്. ഒന്നാമതായി പറയുന്നത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. ഈ ഒരു ദിക്റ് നമ്മൾ 100 വട്ടമായിട്ട് ചൊല്ലുക. അതുപോലെ തന്നെ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ദിക്റും 100 പ്രാവശ്യം ചൊല്ലുക. നമുക്ക് എത്രയാണോ കഴിയുന്നത് അത്രയും ചൊല്ലി നോക്കുക. എത്ര ചൊല്ലിയാലും അല്ലാഹു തആല അതിനൊരു പുണ്യം തന്നെ നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ ഓരോ ആഗ്രഹമായാലും പ്രയാസങ്ങളായാലും എല്ലാം അല്ലാഹു തആല അതിനുള്ളൊരു പരിഹാരം നമുക്ക് ഈ ഒരു രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹിൽ അലീം, അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്ന് ചൊല്ലുക. ഇനി അടുത്തതായിട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇത് ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അടുത്തത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒന്നുകൂടെ പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അടുത്ത ദിക്റ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ഒരു ദിക്റുകളെല്ലാം തന്നെ നമ്മൾ ചൊല്ലി നോക്കുക. നമുക്ക് എത്രയാണോ പറ്റുന്നത് അത്രയും തവണ ചൊല്ലി നോക്കിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഈ ഒരു രാവ്, ഈ ഒരു ബറാത്ത് രാവ് നിങ്ങൾ ആരും തന്നെ വിട്ടുകളയരുത്. ഈ ഒരു ബറാത്ത് രാവ് നമ്മൾ ആരും നഷ്ടമാക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്ന ദിക്റുകളെല്ലാം ചെല്ലുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായ ദുആ ചെയ്യുക. നമ്മളുടെ പ്രാർത്ഥനയ്ക്കെല്ലാം അല്ലാഹു തആല നമുക്ക് ഉത്തരം നൽകുന്ന ഒരു രാവും കൂടിയാണിത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അതുപോലെ ഇതുപോലുള്ള നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.